പുതിയൊരു ഡെസേർട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിന്റെ പേര് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൗതുകം തോന്നാം. എന്താണെന്നല്ലേ? മാംഗോ ആൻഡ് പാഷൻ ഫ്രൂട്ട് ഫുൾ ഡെസേർട്ട്. പേര് പോലെ ഒരു ഫുൾ ഡെസേർട്ട് അല്ല, വളരെ യമ്മി ആയിട്ടുള്ള ഡെസേർട്ടാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കിയാലോ. നമുക്ക് മാംഗോ വേണം. ഞാനിത് ഇവിടെ ഞങ്ങൾക്ക് മാംഗോയുടെ ടൈം അല്ലാത്തത് കൊണ്ട് ഫ്രോസൺ മാംഗോ ആണ് ഉപയോഗിക്കുന്നത്. അത് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് പാഷൻ ഫ്രൂട്ട് വേണം. അതും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോ എടുക്കുന്നതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്രീം ആയാലും മതി. വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിൽ ഏതെങ്കിലും ക്രീം ഉപയോഗിക്കാം. അതുമില്ലെങ്കിൽ നമുക്ക് ഗ്രീക്ക് യോഗേർട്ട് ഉപയോഗിക്കാം. നാട്ടിലുള്ളവർക്ക് ഗ്രീക്ക് യോഗേർട്ട് കിട്ടത്തില്ലെങ്കിൽ നോർമൽ യോഗേർട്ടും യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് കുറച്ച് ലെമൺ വേണം. അത് ഓപ്ഷനാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. ഇപ്പം ഞാൻ മാംഗോ പൾപ്പാക്കി റെഡിയാക്കി വെച്ചേക്കാണ്. ഇത് മാംഗോ ക്രഷ് ചെയ്ത് പൾപ്പാക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇതിനകത്ത് വിപ്പിംഗ് ക്രീമും ഷുഗർ ആഡ് ചെയ്ത് വിസ്ക് ചെയ്ത് വെച്ചേക്കാണ്. അപ്പം നമുക്ക് നോക്കിയാൽ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഈ മാംഗോ പൾപ്പിനകത്തേക്ക് നമുക്ക് ഈ പാഷൻ ഫ്രൂട്ട് കുറച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ടോപ്പിങ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കുറച്ചെടുത്ത് എന്നിട്ടതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മാംഗോയുടെ ടൈം ആയതുകൊണ്ട് നിങ്ങൾക്കിത് വളരെ ഈസി ആയിട്ട് റെഡിയാക്കാം. അതിൽ കുറച്ച് ലെമൺ സ്ക്യൂസ് ചെയ്ത് വയ്ക്കാം. ഒരു പിഞ്ച് മതി. ലെമൺ ഓപ്ഷനിലാണ്. അപ്പോൾ മാംഗോയും പാഷൻ ഫ്രൂട്ടും ഞാൻ മിക്സ് ചെയ്തു. ഇനി നമ്മളൊന്നുമില്ല, ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ആദ്യം മാംഗോ പ്യൂരി ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അതിനുശേഷം വിസ്ക് ചെയ്ത് വെച്ച ക്രീം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ 1 സ്പൂൺ തന്നെ എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ സ്പൂൺ യൂസ് ചെയ്യാം. ഇത് ലെയർ ചെയ്യുന്നതാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സെറ്റാണ്. അതിൻ്റെ മുകളിലേക്ക് വീണ്ടും മാംഗോ പ്യൂരി ഒഴിച്ചു കൊടുക്കുന്നു. ഇത് ഇഷ്ടമുള്ളതുപോലെ ലെയർ ചെയ്യാം. ഇനി അടുത്തത് വീണ്ടും വിസ്ക് ചെയ്ത് വെച്ച് ക്രീം ലെയർ ചെയ്യും. ഇത് ഫൈനൽ ലെയറിങ്ങാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ്. ഈസി ആയിട്ട്, അതേപോലെ തന്നെ വളരെ യമ്മിയാണ്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ലാസ്റ്റ് ടച്ചിങ്സ്. ഇനി നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മാംഗോയും പാഷൻ ഫ്രൂട്ടും ഇട്ട് കൊടുക്കാം. ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ മാംഗോ പാഷൻ ഫ്രൂട്ട് ഫുൾ ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. വേറെ ചെയ്തിട്ട് അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഇത് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി കഴിച്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. ബൈ.